ഹലോ എവ്രി വൺ, ഹൗ ആർ യു ഡൂയിങ്? ഞങ്ങൾ ഇന്ന് പുതിയൊരു ബിസിനസ് ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് ഇതാണ്: വാട്ട് ലിമിറ്റിംഗ് ബിലീഫ്സ് ഹോൾഡ് പീപ്പിൾ ബാക്ക് ഫ്രം സ്റ്റാർട്ടിംഗ് ആൻ ഓൺലൈൻ ബിസിനസ്. അതാണ് ഇന്നത്തെ ടോപ്പിക്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ടീമിനെ പരിചയപ്പെടാം. ആദ്യം തന്നെ ഞാൻ ജീനു ജോയ്. ഞാനിവിടെ വാൻകോവർ, ബ്രിട്ടീഷ് കൊളംബിയയിലാണ്. എനിക്കൊരു 7 വയസ്സുള്ള മകളുണ്ട്. ഞാനൊരു IT പ്രൊഫഷണലാണ്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ബിസിനസ് ഓണറും കൂടിയാണ്. നെക്സ്റ്റ് പ്രീതി. ഹായ്, മൈസെൽഫ് പ്രീതി ഷിജോ. ഞാൻ കാനഡയിലെ ബ്രാംപ്ടണിലാണ്. ഞാൻ രജിസ്റ്റേർഡ് നേഴ്സാണ്. ഇപ്പോൾ ബിസിനസ്സിൽ ജോയിൻ ആയി. നൗ ഐ എം എ സ്റ്റേ അറ്റ് ഹോം മദറാണ്. താങ്ക് യു. ഹായ് എവ്രി വൺ, ഞാൻ ആനീസ് മഞ്ജു. ഞാൻ മോൺട്രിയലിലാണ് 24 years ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ് ഫാമിലിക്കൊപ്പം. എന്റെ പ്രൊഫഷൻ അക്കൗണ്ടിംഗ് ആണ്. അതോടൊപ്പം ഞാൻ ഒരു ഡിജിറ്റൽ ബിസിനസ് മെന്റർ കൂടിയാണ്. ഓക്കെ. ഹായ്, ഞാൻ സോണിയ. ഞാനിപ്പോ കാനഡ എഡ്മണ്ടണിലാണ്. 2 കുട്ടികളുടെ അമ്മയാണ്. ആക്ടറാണ്, ഡാൻസറാണ്. ഇപ്പം ഫുൾ ടൈം ഡിജിറ്റൽ ബിസിനസ് ഓണറാണ്. ഒരു 1.5 years ആയി കാനഡയിൽ. ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 year ആയി. ഹായ് എവ്രി വൺ, ഞാൻ വിനീത. ഞാൻ കാനഡയിലായിരുന്നു ഒരു 15 വർഷം. റീസെന്റ് ഓസ്ട്രേലിയ ക്യൂൻസ്ലാൻഡിലേക്ക് മൂവ് ചെയ്തു. രജിസ്റ്റേർഡ് നഴ്സാണ് പ്രൊഫഷൻ. 3 കുട്ടികളുടെ അമ്മയാണ്. സിബി. Hi everyone, so I'm Sibi. ഞാൻ ഇവിടെ UK ലണ്ടനിലാണ്. I'm also a registered nurse by profession, but currently I'm working as a senior lecturer at the School of Nursing in Kingston University, and also a proud business owner. Thank you. Reshu? ഹായ്, ഞാൻ രേഷ്മ. കാനഡയിലും ഒണ്ടാരിയോയിലാണ്. 5 വർഷമായി ഇവിടെ തന്നെ ഉണ്ട്. ഹസ്ബൻഡും ഒരു മോനുമാണുള്ളത്. ഞാൻ ഫുൾ ടൈം ബിസിനസ് ഓണറായിട്ട് ആണ് നിൽക്കുന്നത്. എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. നമുക്കിനി ഡിസ്കഷൻ ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, വാട്ട് ലിമിറ്റിംഗ് ബിലീഫ്സ് ഹോൾഡ് പീപ്പിൾ ബാക്ക് ഫ്രം സ്റ്റാർട്ടിംഗ് ആൻ ഓൺലൈൻ ബിസിനസ്. അപ്പം ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ചു വന്നത് എന്താ പറയുക, ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിലാണ് കൊച്ചിലെ തൊട്ടേ. കാരണം നമ്മളെപ്പോഴും സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങുന്നു, കോളേജിൽ പോകുന്നു, നമ്മൾ ഡിഗ്രി എടുക്കുന്നു, ഒന്നെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെഡിസിൻ ചൂസ് ചെയ്യുന്നു. അതായിരുന്നു നമ്മൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്നത്. മോസ്റ്റ് ഓഫ് ദി ആളുകളും ഫോളോ ചെയ്തിരുന്ന ഒരു പാത്തും. അപ്പൊ നമുക്ക് കണ്ട് ശീലമുള്ള ഒരു കാര്യം നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിരിക്കും അതിലോട്ട് മുന്നോട്ട് പോകാനായിട്ട്. പക്ഷെ വേറൊരു വ്യത്യസ്തമായ ഒരു പാത്ത് എപ്പോഴും നമുക്ക് ചൂസ് ചെയ്യാൻ ഒരു പേടി ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ആളുകളെ ഈ ഓൺലൈൻ ബിസിനസ്സിൽ നിന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു പുതിയൊരു മാറ്റത്തിലോട്ട് വരാനുള്ള ബുദ്ധിമുട്ട്. അപ്പം എന്നെ സംബന്ധിച്ചും ഞാനും അതുപോലെ തന്നെയായിരുന്നു. ഒരു 2-3 വർഷം മുന്നേ തൊട്ട് തന്നെ ഞാൻ ഇത് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്തോട്ട് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനോ ഇതിനെപ്പറ്റി അന്വേഷിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ബിക്കോസ് ഞാനും അതേ എംപ്ലോയി മൈൻഡ് സെറ്റിലാണ് വളർന്നു വന്നത്. അപ്പം എനിക്ക് ശീലമുള്ള, എനിക്ക് പരിചയമുള്ള, അതാണ് എൻ്റെ കംഫർട്ട് സോണ്. അതിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ലൈഫിലെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ആക്ച്വലി ഒന്ന് മാറി ചിന്തിച്ചതും ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ ശ്രമിച്ചതും. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്നത്, നമ്മൾ കണ്ട് ശീലിച്ച കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് മഞ്ജുവിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഹായ്, ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ ആണ് കൂടുതൽ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ബിസിനസ്സിലേക്ക് വരുമ്പോ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്. കാരണം എല്ലാവരും ഇത് എങ്ങനെയാണ് എന്നുള്ളപ്പോ ജീനു പറഞ്ഞ മാതിരി തന്നെ എല്ലാവർക്കും മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ എംപ്ലോയി മൈൻഡ് സെറ്റിൽ ആണ്. അവർ പഠിക്കുക, സ്കൂളിൽ പഠിക്കുക, അത് കഴിഞ്ഞ് ജോലി മേടിച്ചു കഴിഞ്ഞിട്ട് ഡെയിലി ജോലിക്ക് പോവുക, തിരിച്ചു വരിക, ഒരു പേ ചെക്ക് ടു പേ ചെക്ക് ലൈഫ്, അതാണ് എല്ലാവരും കണ്ടുവന്നേക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളാരും കാണാത്ത രീതിയിലുള്ള, ഇപ്പൊ ട്രഡീഷണൽ ബിസിനസ് വെച്ച് നോക്കുകയാണെങ്കിലും അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഒരു ഓൺലൈൻ ഡിജിറ്റൽ ബിസിനസ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരു സ്കാമി ഫീലിംഗ് ആണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. അപ്പൊ അയ്യോ നോ, ഇതെനിക്ക് വേണ്ട, ഇത് സംതിങ് റോങ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതൊരു തരത്തിലെ പേടിയാണ് കുറെ ആൾക്കാർക്ക്. കാരണം സൊല്യൂഷൻ ഉണ്ട്, റിസർച്ച് ചെയ്യാം. നമ്മളെല്ലാവരും ഓൺലൈനിൽ ഫേസ് കാണിച്ചിട്ട്
നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മളെ സെർച്ച് ചെയ്യാൻ അപ്പൊ അതൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിനോട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെ ഇട്ടിട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊക്കെയാണ് ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ആണ് ചിലരിൽ ഉണ്ടാവുന്നത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോഴും എനിക്കും ഉണ്ടായിരുന്നു ഇതേമാതിരത്തെ പേടികൾ. കാരണം എനിക്കും അറിയില്ല ഇത് ഓൺലൈനിലാണ്, ഞാൻ അറിയാത്ത ഒന്നും കേട്ടിട്ടില്ലാത്തൊരു ബിസിനസ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ശരിയാണോ? അപ്പൊ ഞാനും എന്റെ രീതിയിൽ ഞാൻ റിസർച്ച് ചെയ്തു. പിന്നെ എന്റെ കോച്ച് ആണ് അതിനകത്ത് വന്നത്, കോച്ച് വിനീത. അപ്പൊ ഞാൻ വിനീതനെ സെർച്ച് ചെയ്തു, നോക്കിയപ്പോ ഇറ്റ് ഈസ് എ ലെജിറ്റിമേറ്റ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ടാക്സബിൾ ആണ്. നമ്മുടെ ഏത് രാജ്യത്ത് ജീവിക്കുമ്പോഴും ടാക്സ് സബ്മിറ്റ് ചെയ്ത് ഒരു ഇൻകം ഉണ്ടായാൽ അതിന് ടാക്സ് സബ്മിറ്റ് ചെയ്യേണ്ട അതാണ് ഏത് രാജ്യത്തും. ഞങ്ങൾ കാനഡയിൽ നമുക്ക് T4 സ്ലിപ്പ് കിട്ടുന്നു. അപ്പൊ അതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അതെല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് വീഡിയോയോ ആരുടെയാണോ കണ്ടതെന്ന് വെച്ചാൽ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സോണിയ പറയും. ഞാൻ സോണിയയുടെ അടുത്ത് ചോദിക്കുകയാണ്. സോണിയ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുമോ? ഓഫ് കോഴ്സ്. എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഈ എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ അവർക്ക് എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് ചിലപ്പം വന്നിട്ടാകുമ്പോഴായിരിക്കും അറിയുക കറക്റ്റ് എന്താണ് പൊട്ടൻഷ്യൽ ഈ ഓൺലൈൻ ബിസിനസ്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് കേൾക്കുമ്പം എല്ലാവരും കുറച്ച് സ്കെപ്റ്റിക്കൽ ആയിരിക്കും. കാരണം കുറേ സ്കാംസ് നമ്മുടെ ഇടയിലുണ്ട് ഓൺലൈൻ ബിസിനസിന്റെ പേരിൽ തന്നെ. ചിലവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അവർ വേറെ ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടിയിട്ടായിരിക്കും നമ്മളെ പറ്റി ഈ ഒരു ഓൺലൈൻ ബിസിനസ് നമ്മൾ ലെജിറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഓൺലൈൻ ബിസിനസ്സാണ്. പക്ഷെ പറയില്ലേ എന്താ ചൂടുവെള്ളം ഇതായ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു. അപ്പം അത് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആണ് എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ആ മുമ്പുള്ള എക്സ്പീരിയൻസ് അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ഇതായിരിക്കോ, ഇതേപോലത്തെ ഒരു സ്കാം ആയിരിക്കോ എന്ന് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് അങ്ങനെ ഉള്ളത് കാരണം. പക്ഷെ വൺസ് അവർ ആ ഒരു എല്ലാ ഓൺലൈൻ ബിസിനസ്സും അതുപോലെ അല്ല. നമ്മളിത് ലീഗലായിട്ടുള്ളതാണ്, ലെജിറ്റ് ആയിട്ടുള്ളതാണ്, അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്, ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും ഈ മുഖം കാണിച്ച് ചെയ്യുന്നത്. എന്തെങ്കിലും സ്കാം ചെയ്യുമ്പോൾ അതൊരു മാക്സിമം 1 കൊല്ലം നിൽക്കും. നമ്മൾ ഇത്രയും ഒരു മോർ ദാൻ 8 years ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് സ്കാം എന്തായാലും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഓരോ ജയിലിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇത്രയും കോൺഫിഡന്റ്ലി നമ്മൾ വന്നിട്ട് എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ വന്ന് എല്ലാ ദിവസവും വന്ന് നിങ്ങളോട് പറയണമെങ്കിൽ അഫ്കോഴ്സ് അത് ലീഗലായിരിക്കും, ലെജിറ്റ് ആയിരിക്കും. അപ്പം ആ ഒരു പേടി ആർക്കും വേണ്ട. മിക്കവാറും ആൾക്കാർ സ്കാം ആണോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനാണ്. കാരണം അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു ഓൺലൈൻ ബിസിനസ് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ ഒരു നമ്മുടെ ഒരു കംഫർട്ട് സോണിലിരുന്ന് ചെയ്യണമെന്ന്. അപ്പം അത് പേടിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ ഈ എംപ്ലോയി മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടും പിന്നെ ആ ഒരു ഞാൻ ചെയ്താൽ ശരിയാവില്ലേ എന്നുള്ളൊരു പേടി. എക്സ്പീരിയൻസ് വേണോ, ഇതിന് ഇൻവെസ്റ്റ്മെന്റ് കുറെ ഉണ്ടോ എന്നൊക്കെ ഉള്ള കുറെ പേടികളാണ് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ്, ഒരു ബൊട്ടീക്കോ ഒരു റെസ്റ്റോറൻറ്റോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അത്രയും വലിയ എമൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യലോ അത്രയും ഹ്യൂജ് ആണ്. അതിനെക്കാട്ടൊക്കെ കിട്ടുന്നതിന്റെ വളരെയധികം നമുക്ക് പൊട്ടൻഷ്യൽ തരുന്ന ഒരു ബിസിനസ് തന്നെയാണ്. സോ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പേടി എന്ന് പറഞ്ഞ ഒരു സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് സിബിയോട് ചോദിക്കാം, സിബിക്ക് എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചോളം ലൈക്ക് ഞാനൊരു നേഴ്സാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളുടെ ഇവിടെ നഴ്സിംഗില് യുനോ വെൻ യു വർക്ക് ഫുൾ ടൈം നമ്മളൊരു 3 days വർക്ക് ചെയ്യണം. റെസ്റ്റ് ഓഫ് ദ ഡേയ്സ് യു ആർ നോട്ട് വർക്കിംഗ്. ബട്ട് ബിക്കോസ് നമ്മളെ ഈ പറഞ്ഞ പോലെ മന്ത്ലി സാലറി ഇസ് നെവർ ഇനഫ് to support our family and to do whatever you want. So അപ്പം നമ്മളെ ഈ ഓഫ് ഡേയ്സ് കിട്ടുമ്പം നമ്മൾ ആ ഡേയ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റ്സ് ബുക്ക് ചെയ്യും. So we are still not having time to spend with family, but we need that money. So we are going away from our family to do that job. അപ്പൊ അങ്ങനെ ഒരു ഇതിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേനും
I thought, no, I need that time. I need that time for my family, for my parents, and I need that time to travel. But how can I make that additional money to meet those needs? അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇത് നോക്കി തുടങ്ങിയത്. അപ്പം ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കണ്ടു. പക്ഷെ കണ്ടപ്പോഴും ഇറ്റ് വാസ് മൈ ഫിയർ വാസ്, will I let my family down if I get into this, and പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ആ കോൺഫിഡൻസ്, ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, അതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ? അത് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. സോ ഹൗ ക്യാൻ ഐ ഡു ഇറ്റ്? ലൈക്ക് those were some of the fears. അപ്പം എന്തായാലും when I was watching, I watched, I researched. I didn't research too much. ഞാൻ എൻ്റെ കോച്ച് വിനീതെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പം she was very very helpful. എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടോ she was trying to answer all of that. പിന്നെ ഈ പറയുന്ന പോലെ ഇതിനകത്ത് നമ്മളുടെ ഉള്ള വെബിനാർ അത് ഞാൻ കുറെ പ്രാവശ്യം കണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇറ്റ്സ് നോർമൽ ഡേ ടു ഡേ പീപ്പിൾ ഡൂയിങ് ദിസ്. So if they can do it, why can't I do it? So that is what gave me the confidence to actually, yes, Sibi, you can do it. അപ്പം പിന്നെ വേറൊരു ഭയം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ്. ഇപ്പം ഞാൻ സീനിയർ ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യുക. ഇറ്റ്സ് 9 to 5 now, but on some of the weekends I do a shift in critical care as well to keep up my skills. അപ്പം ആ ടൈം എവിടെ നിന്ന് ഞാൻ കണ്ടെത്തും, അതും ഒരു പേടിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ്സ് ഹൗ യു മാനേജ് യുവർ ടൈം ഈസ് അപ് ടു യു. യു ക്യാൻ യൂസ് എനി ടൈം ദാറ്റ് ഈസ് അവൈലബിൾ ടു യു. അത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം നമ്മൾ എങ്ങനെയാണ് ആ ടൈം സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ആക്ച്വൽ ജോബും ഈ ബിസിനസ്സിന് വേണ്ടിയും. പിന്നെ അത് എന്നെ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ്. ഇപ്പം ഞാൻ പ്രീവിയസ്ലി ഞാൻ വർക്ക് വീട്ടിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് ഞാൻ ഐ യൂസ് ടു വർക്ക് overnight and weekend. Now my employment job, my lecturer job, ഞാൻ വർക്കിൽ ചെയ്യും. യൂണിവേഴ്സിറ്റിയിൽ പോയിരിക്കുമ്പോൾ ഞാൻ ചെയ്യും. ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവരില്ല because I have got this business to do and I'm so excited. I'm so excited about the training, the new learning. അപ്പം തീർച്ചയായിട്ടും I think whatever fears you have, I think that should not stop us because ഇതിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ട്രെയിനിങ്, യെസ്, കുറെ സിമ്പിൾ ട്രെയിനിങ് ഉണ്ട്, നമ്മളത് പഠിച്ചെടുത്താൽ മതി. പക്ഷെ അതിനകത്ത് നമ്മളുടെ ഈ കമ്മ്യൂണിറ്റി, ജസ്റ്റ് ലൈക്ക് യു സീ ദിസ് കമ്മ്യൂണിറ്റി, ദിസ് ഓൾ ഓഫ് us is supporting each other. ആ ഒരു സപ്പോർട്ട് എല്ലാരും ഇപ്പൊ ടിപ്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഈവൻ ലൈക്ക് മാസ്റ്റർ മൈൻഡ് അങ്ങനത്തെ കുറെ വെബിനാർസ് ഇതിനകത്തുണ്ട്. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന അനുസരിച്ച് they are just giving us tips by tips. So like അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we are able to succeed in this. So that is what I have to say. So now I'll give this opportunity to Preeti, who is also new to this, to see what Preeti has to say. ഹായ്, എനിക്ക് എന്താ ഈ ടോപ്പിക്കിൽ നിന്ന് ശരിക്കും തോന്നുന്നത് നമ്മളുടെ ഒരു ഇന്നർ ഫിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊഫഷണലി ട്രാക്കായിട്ട് പോകുന്ന വ്യക്തികളാകുമ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് അല്ല ന്യൂ ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ പുൾ ഔട്ട് ആവുകയാണ്. കാരണം ഇത് കറക്റ്റ് ആണോ, ഇത് ലെജിറ്റ് ആയിട്ടുള്ള ബിസിനസ് ആണോ, ഇങ്ങനെയൊരു തോട്ടാണ് നമ്മുടെ മൈൻഡിലോട്ട് ഫസ്റ്റ് വരുന്നത്. പക്ഷെ പലരും ചെയ്ത് നമ്മുടെ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയുകയും ഇപ്പോൾ നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ലെജിറ്റാന്ന് മനസ്സിലാക്കാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. കാരണം മെയിനായിട്ട് ഇത് ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ കുറച്ച് എന്താ പറയുക ഇന്നർ ഫിയേഴ്സ് ഒക്കെ നമുക്ക് മാറിപ്പോകും. അങ്ങനെ അതാണ് ഒന്നാമത്തെ ഒരു ഇന്നർ ഫിയേഴ്സ് വരാനുള്ള കാരണം. അവർക്ക് അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയത്തില്ലാത്ത, ദാറ്റ് മീൻസ് ഇഗ്നോറൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അറിയാം, ഒരു പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ബിസിനസ് എന്നാന്ന് അറിയത്തില്ല. പക്ഷേ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയുകയും വേണം. കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാതെ വരുന്നത് കൊണ്ട് വരുന്നൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ $149 US കൊടുത്ത് നിങ്ങൾക്ക് ആ ബിസിനസ് മോഡൽ കാണാൻ ഒരു അവസരമുണ്ട് എന്ന് പറയുന്നത് നമുക്കത് പറ്റുമോ ഇല്ലയോ നോക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ആ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഈ ബിസിനസ്സിനെ കുറിച്ച് കേട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് എടുക്കണോ വേണ്ടയോ സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു മനസ്സിലാക്കി. വിനീതയുടെ ഒരു ലൈവിൽ ശരിക്കും എനിക്കത് ഭയങ്കരമായിട്ട് ഒരു പവർഫുൾ ആയിട്ട് തോന്നി.
അങ്ങനെയാണ് ഞാൻ ആ സ്റ്റെപ്പ് എടുത്തത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്നതാണോ ഇല്ലയോ എന്ന് ചൂസ് ചെയ്യാനായിട്ട് കിട്ടിയ ഒരു അവസരമാണിത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് നോക്കുക, പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. കാരണം ഇത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്, നമുക്ക് ലെജറ്റാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്സ് ഉണ്ട്, കോച്ച് ആൻഡ് മെന്റർഷിപ്പ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, എല്ലാം നമുക്ക് സ്പൂൺ ഫീഡിങ് ചെയ്യുന്നത് പോലെ എല്ലാം നമുക്ക് കിട്ടുന്നത് കൊണ്ട് അത് മാത്രമല്ല, അത് ഫ്ലെക്സിബിൾ ആണ്. അതാണ് മെയിൻ ആയിട്ട്. കാരണം എല്ലാവരും ഇപ്പോൾ ഓവർ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടിയൊക്കെ ജോലി ചെയ്യുന്ന അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരു ദിവസമെങ്കിലും വീട്ടിലിരുന്ന് നമ്മുടെ പോക്കറ്റ്സ് ഓഫ് ടൈം മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി റിമാർക്കബിൾ. കാരണം നമ്മൾ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. അല്ല നമുക്കൊരു ജോലി കിട്ടി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഓൺ ചെയ്തിട്ട് വി ആർ സിറ്റിംഗ് സിംപിളി ആണെങ്കിൽ വേസ്റ്റാണ്. പക്ഷെ അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ബിസിനസ് പറ്റുമല്ലയോ നോക്കുക. പുൾ ഔട്ട് ചെയ്യുന്ന കാര്യം എന്താണോ, നമ്മുടെ ഫിയറിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ അതിന് ഏറ്റവും ആരാണ് ബിസിനസ്സിൽ ഇപ്പൊ കയറാതെ ഇങ്ങനെ ചിലപ്പോൾ കറങ്ങി നടക്കുന്നുണ്ടാവും. ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു, എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പം വേണമെന്നുണ്ട് എന്താണെന്ന് കറക്റ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഇല്ല. ഐ എം ടെലിങ് യു, $149 കൊടുത്ത് ഇപ്പൊ ആരുടെയാണ് ഇവിടെയുള്ളൂ, ആരുടെ ആണെങ്കിലും നമ്മളുടെ ആ സൈറ്റിലൂടെ കയറി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടും. അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് അതിലൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളെ പുൾ ഔട്ട് ചെയ്യുന്ന എന്താണോ കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സെക്കൻഡ് തിങ് എനിക്ക് തോന്നുന്നു ചിലർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിനകത്ത് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒരു കോമൺ ക്വസ്റ്റ്യനാണ്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമാണ്, നമുക്ക് പ്രീതി ഇതൊക്കെ നല്ല ബിസിനസ് ആണോ, മുന്നോട്ട് പോകുമോ ഇല്ലയോ? ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ ഡിജിറ്റൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒന്ന് പറയുവാണെങ്കിൽ, ഒരു എക്സാമ്പിൾ നമുക്കറിയാം, നമ്മൾ ഇന്ന് ഫുള്ളി ഡിജിറ്റൽ വേൾഡിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ജോലികളെ ഉള്ളൂ പൊതുവെ ഓൾമോസ്റ്റ് നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളും, നമുക്കിപ്പോൾ ഒരാൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു. എവിടെ ഇരുന്നാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നു. അതും ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. സെയിം വേ ആണ് നമ്മൾ നമ്മുടെ ജോലി നമ്മുടെ വീട്ടിലിരുന്ന് കുറച്ച് മണിക്കൂർ ചെയ്യുന്നത്. എക്സാക്ട്ലി ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ജോലി സ്ഥലത്ത് പോകാം, അല്ലെങ്കിൽ നമ്മളിപ്പം ബാങ്കിലെ ഒരു കാര്യം വീട്ടിലിരുന്ന് ചെയ്താൽ സ്കാം ആവുമോ? ഒരിക്കലും ആകത്തില്ല. കാരണം നമുക്ക് ഈസിയാണ് കുറച്ചുകൂടെ. നമ്മൾ അവിടം വരെ യാത്ര ചെയ്യേണ്ട, നമ്മുടെ ടൈം സേവിങ് ആണ്. ഇങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റിന് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ബിസിനസ്സിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ബിസിനസ്സിൽ വരുന്ന ആ പുൾ ഔട്ട് ചെയ്യുന്ന കാര്യം മാറ്റുക. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇതും കൂടെ ഉണ്ട്. ചിലപ്പം എല്ലാവരും വിചാരിക്കും ഫാമിലി എന്ത് വിചാരിക്കും, ഞാൻ ബിസിനസ്സിൽ കയറിയത് കൊണ്ട്, അല്ലെ എൻ്റെ എന്താ പറയണേ, എനിക്കിനി വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടി വരുമോ? ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചാണ്, അയ്യോ പ്രീതി ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടണോ, എന്നാലും നിങ്ങൾക്ക് ഞാൻ എന്നാ ബിസിനസ്സിൽ കിട്ടും എന്ന് വെച്ചാൽ പെട്ടെന്ന് മൈൻഡ് സെറ്റിലോട്ട് പോയത് അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ബിസിനസ് ചെയ്യാൻ വേണ്ടി ആരും വീഡിയോ ഒന്നും ഇടണ്ട, അങ്ങനെയൊന്നും ഇടണ്ട. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ഡു ഫേസ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പല മെത്തേഡ്സ് ഉണ്ട്. അപ്പം ചില ഒരു ബിസിനസ് പേജ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ദേ ആർ ടേക്കിംഗ് ഇറ്റ് പോസിറ്റീവ്ലി ഓൾസോ ആൻഡ് നെഗറ്റീവ്ലി ഓൾസോ. അത് ഇഗ്നോറൻസ് കൊണ്ടാണ്. അതാണ് പറയുന്നത്, നമുക്കുള്ള ആ ഒരു വീഡിയോസ് കറക്റ്റായിട്ട് നമ്മൾ കാണുക, മനസ്സിലാക്കുക. യു ഹാവ് ഓപ്പർച്യൂണിറ്റി ഫോർ എ 1 month, നമുക്ക് റിഫണ്ടബിൾ ആണ്. ഇഗ്നോറൻസ് കൊണ്ടാണ്. അതാണ് പറയുന്നത്, നമുക്കുള്ള ആ ഒരു വീഡിയോസ് കറക്റ്റായിട്ട് നമ്മൾ കാണുക, മനസ്സിലാക്കുക. യു ഹാവ് ഓപ്പർച്യൂണിറ്റി ഫോർ എ 1 month, നമുക്ക് റിഫണ്ടബിൾ ആണ്. വിനീതയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കോച്ചാണ്. ഹായ് എവരി വൺ, താങ്ക് യു. എല്ലാവരും പറഞ്ഞ കീ പോയിന്റ്സുകൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിനോട് 100% യോജിക്കുന്നു. പക്ഷെ എടുത്തു പറയേണ്ട എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി വെച്ച് കണക്ട് ചെയ്ത് പറയേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഇൻക്ലൂഡിങ് മീ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ ലൈഫ് തന്നെ സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്യണം, ലൈവ് വീഡിയോസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്രെജുഡിയസ് മൈൻഡുമായിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇതിനകത്ത് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. അത് എൻ്റെ ലിമിറ്റഡ് ബിലീഫ് ആയിരുന്നു. അത് മനസ്സിലായത് ഈ കമ്മ്യൂണിറ്റി വന്ന് എന്നെ പോലെയുള്ള ആൾക്കാർ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് കണ്ടതാണ് എനിക്കൊന്ന് മാറി ചിന്തിക്കാൻ, അതുപോലെ തന്നെ ബുക്ക് റീഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ആ ലിമിറ്റഡ് ബിലീഫിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്.
പിന്നെ അഗെയിൻ ബാക്ക് ടു ദാറ്റ് ലിമിറ്റഡ് ബിലീഫ് അഗെയിൻ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്താ പറയുക ഒരുപാട് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബ് ഗൂഗിൾ ഒക്കെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള ഒരു ഒരു മെന്റാലിറ്റി ഉണ്ട് കുറച്ച് ആൾക്കാർക്ക്, ഇൻക്ലൂഡിങ് മൈസെൽഫ് ഇൻ ദ ബിഗിനിങ്. പക്ഷെ അതൊരു എന്താ പറയാ ഒരു ബാരിയറേ അല്ല ഇതിന്. കാരണം ഇപ്പൊ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 3 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതായത് എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ. അത് വെച്ചിട്ടാണ് ആ പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇവഞ്ച്വലി എവിടെ നിന്നൊക്കെയോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 36 37 ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന അതൊരു വിഷയമേ അല്ല ഇതിൽ. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് എങ്ങനെയാണോ സ്മാർട്ടറായിട്ട്, ഇപ്പൊ പ്രീതി നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് സ്മാർട്ടറായിട്ട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രസൻസോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഫോളോവേഴ്സും കാര്യങ്ങളും ഒന്നും ഒരു വിഷയമല്ല. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പ്രൗഡായിരിക്കും, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്ന് നമ്മൾ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്യണമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല, നമ്മളത് ഹൈഡ് ചെയ്ത് വെക്കും. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജോലിയേക്കാൾ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നതല്ല, ജോലിയിൽ നമ്മൾ ഇത്ര എക്സ്പീരിയൻസ് ചെയ്ത് എടുത്തതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് കിട്ടുമ്പോൾ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരും. നമ്മൾ മോർ ഹാപ്പിയാണ്, മോർ എനർജറ്റിക് ആണ്, മോർ മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ നമ്മളത് അതിൻ്റെ വാല്യൂസ് ഇതൊക്കെയാണ് ഈ ബിസിനസ്സിൽ വന്നേ പിന്നെ എനിക്കുണ്ടായ ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ്സ് ഇതൊക്കെയാണെന്നുള്ളത് നമ്മൾ സംസാരിക്കും. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അത് വീഡിയോയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗ്രേറ്റ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്ന ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതും. അവർ തന്നെ ഒരു സെൽഫ് ഡെവലപ്മെന്റ് ആണ്, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഞാൻ ഒരു 5 years മുമ്പുള്ളതും ഇപ്പോൾ ഉള്ളതും തമ്മിൽ എനിക്കറിയാം എന്തോരം വ്യത്യാസം. എൻ്റെ അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളിൽ കുറെ പേർക്കൊക്കെ അറിയാം ഞാൻ എന്തായിരുന്നു 5 years മുമ്പ്. അല്ലെങ്കിൽ ഇപ്പം ഒരു ചേഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നേ പിന്നെയാണോ അതുണ്ടായത്. അപ്പം ഐ എം സോ പ്രൗഡ് അബൌട്ട് ഇറ്റ്. സോ ഐ വാണ്ടഡ് ടു ടോക്ക് മോർ അബൌട്ട് ഇറ്റ്. അതാണ്. അപ്പൊ നമുക്ക് ആ ഒരു എനിക്കുണ്ടായിരുന്ന ലിമിറ്റഡ് ബിലീഫ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ പേഴ്സണൽ ലൈഫ് റിവീൽ ചെയ്തതോ അല്ലെങ്കിൽ എപ്പോഴും വീഡിയോസും ലൈവ് വീഡിയോസിൻ്റെ ഒന്നും ആവശ്യമില്ല. വി ടീച്ച് യു ഹൗ ടു ലെവറേജ് ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻ എ വേ ദാറ്റ് യു വാണ്ടഡ് ടു ലെവറേജ്. അതായത് ഫേസ്ലെസ് മാർക്കറ്റിംഗ് ആയാലും AI, ഹേജൻ, അങ്ങനത്തെ എല്ലാം നമ്മൾ ആ ഒരു ഇപ്പം പ്രീതി പറഞ്ഞ പോലെ ആ ഒരു ഇറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത് മാക്സിമം ലെവറേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ലവ്ലി സജഷൻ എന്ന് പറയുന്നത്. പിന്നെ രേഷ്മയോട് ചോദിക്കാം, എന്താ പറയാ രേഷ്മ? ഹായ്, എനിക്ക് പറയാനുള്ളത് ഞാൻ വളരെ ന്യൂ ആണ് ഈ ബിസിനസ്സിലേക്ക് എത്തിയിട്ട്. കഴിഞ്ഞ മാസം കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ഒക്ടോബർ മുതൽ ലാസ്റ്റ് ഇയർ ഒക്ടോബർ മുതൽ ഇത് ഇങ്ങനെ റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്, ഞാനും ഓൺലൈൻ ബിസിനസ് എന്ന് കേട്ടപ്പോഴത്തേക്കും ഇതെന്തെങ്കിലും സ്കാം ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിച്ചത്. മറ്റ് എല്ലാവരും പോലെ അങ്ങനെ തന്നെയാണ് ഞാനും ചിന്തിച്ചിരുന്നത്. അപ്പൊ എല്ലാവരും, എനിക്ക് ഇപ്പോഴും തോന്നുന്നു, എല്ലാവരും ഇത് കാണുമ്പോഴും എല്ലാവരും ആദ്യം വിചാരിക്കുന്ന ഓൺലൈൻ സ്കാം എന്തോ തട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇതായിരിക്കും എല്ലാവരും വിചാരിക്കുക. പക്ഷേ ഇതിന് നമ്മൾ വൺസ് ഇതിനകത്ത് നമ്മൾ വരുമ്പോഴേ നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ ഈ പറഞ്ഞത് മാതിരി അറിയാൻ പറ്റത്തുള്ളൂ. ഫ്രീ വെബിനാർ മാത്രം വാച്ച് ചെയ്തത് കൊണ്ടും എല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാൽ കൂടെയും നമുക്ക് ഒരു ഔട്ട്ലൈൻ അവിടെ നിന്ന് കിട്ടും. എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ പൊട്ടൻഷ്യൽ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തോന്നും എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാം. അങ്ങനെയാണ് നമ്മളൊരു 149 ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഒരു മെമ്പർഷിപ്പ് ഫീ പോലെ നമ്മൾ അടയ്ക്കുന്നുണ്ട്. അത് അടച്ച് നമ്മൾ കയറുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ നമുക്ക് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അതും ഇത് ഒരു റീഫണ്ടബിൾ എമൗണ്ട് ആണെന്ന് നമുക്ക് ഇപ്പൊ എല്ലാരും പറഞ്ഞ് അത് അറിയുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്കൊന്ന് കയറി നോക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പൊ എന്റെ മാതിരി ഉള്ള ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടോ ഇതിനകത്ത് എന്താണെന്നൊന്ന് അറിയണം, പക്ഷെ എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് തീരുമാനിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നവരുണ്ടാവും. ഒന്ന് കയറി നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിന്റെ കോമ്പൻസേഷൻ പ്ലാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉയരാൻ പറ്റും.
ഞാൻ പറഞ്ഞു ഞാൻ പുതിയ ആളാണ്. അപ്പൊ എനിക്കതിൽ ഞാനും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടി വരുമോ, അപ്പൊ പിന്നെ എനിക്കത് പറ്റത്തില്ല. ഞാൻ അധികം ഒരുപാട് സംസാരിക്കുന്ന ആൾ തന്നെയാണ്, പക്ഷെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു ഇവരെല്ലാവരും എനിക്ക് ഒരുപാട് ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ വിചാരിച്ചിരുന്നു ഇത് ടെക്കീസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക് ഇത് പറ്റത്തുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മാതിരി ഓരോ കാര്യവും നമുക്ക് ചെയ്ത് കാണിച്ചു തന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ആ ട്രെയിനിങ് സൈറ്റിൽ. അപ്പൊ അത് എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. നമുക്ക് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു തരാൻ ഇപ്പൊ എത്ര പേര്, ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും ഞങ്ങൾ പറയുന്നതിനെക്കാട്ടിലും ആ ഒരു വീഡിയോ തന്നെ കണ്ട് കണ്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കുമ്പോൾ, ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം ബെനിഫിറ്റ്സ് ആണ് അവിടെ നിന്നുണ്ട്. ഒരുപാട് നമ്മൾ എന്താണ്, ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ പേരും സൈഡ് ഹസലായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഫുൾ ടൈം ബിസിനസ് ഓണറായിട്ട് ഇപ്പൊ ചേർന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് പോസ്റ്റ് ഒക്കെ ഇടുന്നത്, ക്യാൻവ ആപ്പ് യൂസ് ചെയ്ത്, അങ്ങനെ കുറെ ആപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. എങ്ങനെയാണ് വിത്ത് ക്വിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോസ് നമുക്ക് ചെയ്യണം, നമുക്ക് ടോപ്പിക്ക് മാത്രം നമ്മൾ അറിഞ്ഞിരുന്ന, നമുക്കൊരു ടോപ്പിക് ഉണ്ട്, പക്ഷെ അത് എങ്ങനെ നമ്മൾ സംസാരിക്കുമെന്ന് അറിയില്ലെങ്കിൽ കൂടെയും നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് അതിലോട്ട് എത്താനായിട്ട് പറ്റും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ്. ഉറപ്പായിട്ടും എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഇടണമായിരിക്കാം എന്നൊരു ചിന്തയിൽ ഉണ്ടാവും. ഇപ്പൊ എന്നെ പോലെ ഹോം മേക്കേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ ഇപ്പം ഉറപ്പായിട്ടും കാനഡയിൽ നല്ല എവിടെയാണെങ്കിലും രണ്ടുപേരും വർക്ക് ചെയ്താലേ നമുക്കൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരാൾ എന്തായാലും എന്നെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ട്. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവില് പറയുന്നത്, അതുകൊണ്ടായിരിക്കാം, ക്ഷമിക്കണം എല്ലാവരും. അപ്പോ അതായത് ഹോം മേക്കേഴ്സിന്, അപ്പൊ നമുക്ക് ഇപ്പൊ മക്കളോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒരു 1 or 2 hours എന്തായാലും എല്ലാവർക്കും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ആ കിട്ടുന്ന ഒരു മണിക്കൂർ മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് എനിക്കും പറയാനുള്ളത്, ഒന്ന് കയറി നോക്കുന്നതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിൽ എല്ലാവർക്കും ഒരു എന്തെങ്കിലും ഉറപ്പായിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കയറി നോക്കുക. അല്ലെങ്കിൽ ഞങ്ങളുടെ ആരുടെ സൈറ്റിലാണെങ്കിലും ഒന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇന്നല്ല നാളെ ആണെങ്കിലും നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ജസ്റ്റ് അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. എന്റെ കൂടെ ഒരു കാര്യം കൂടി, രേഷ്മ നല്ലോണം പറഞ്ഞു, അത് നല്ല ക്ലിയർ ആയിട്ട്. പിന്നെ ഒരു കാര്യം കൂടി ജസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ആദ്യം മാർക്കറ്റ് ചെയ്യുന്നത്. ഇതൊരു സംരംഭമാണ്. അപ്പൊ പല ആൾക്കാരും ഒരു ലിമിറ്റഡ് ബിലീഫിൽ വരുന്ന ഞാൻ കണ്ടിട്ടുള്ളത് ഈ 149ലാണ് ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഈ 149 എന്ന് പറയുന്നത് ഒരു മെമ്പർഷിപ്പ് ഫീ ആണ്. അത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ആ മെമ്പർഷിപ്പ് ഫീ റീഫണ്ടബിൾ ആയിട്ടാണ് വരുന്നത്. 30 days മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഇതെല്ലാം കണ്ട് ഏതൊക്കെയാണ് ഓപ്ഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഏറ്റവും ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടവർക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഏറ്റവും ഹൈ ലെവലിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് ഇൻഫോം ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു കോച്ചും ഒരു സ്ട്രാറ്റജി കോളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഓൺ ഡെസിഷൻ ആണത്. അപ്പം ഒന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 149 USD വെച്ചിട്ട് ആർക്കും ഒരു ബിസിനസ്, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഗ്ലോബൽ ആക്സസ് ഉള്ള ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ആ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും. പിന്നെ ഇതേപോലെ മുന്നോട്ട് പോകാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങൾക്കും എല്ലാമാണ് ഈ മെമ്പർഷിപ്പ് ഫീ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ അഡീഷണൽ ഹിഡൻ ഫീസോ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. അപ്പം അതും കൂടി ഒന്ന് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ബാക്ക് ടു ജീനു. Thank you all for sharing your perspectives and personal experiences. അപ്പം ഓഡിയൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും അവരവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാം എല്ലാവരും സാധാരണക്കാരായ ആളുകളാണ്, നിങ്ങളെപ്പോലെ തന്നെ പേടിയുള്ളവരാണ്. ഈ അതേ ഫേസ് തന്നെ കടന്നു വന്നവരാണ് ഞങ്ങൾ എല്ലാവരും. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ ഓവർകം ചെയ്ത് ഇതെന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാൻ മനസ്സ് കാണിച്ചു, അതിനെപ്പറ്റി എക്സ്പ്ലോർ ചെയ്തു, അതിനെപ്പറ്റി റിസർച്ച് ചെയ്തു, അതിന്റെ ലീഗൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമ്മൾ അന്വേഷിച്ചു.
അതിനുശേഷമാണ് ഞങ്ങൾ ഇതിലോട്ട് വന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ടീം സപ്പോർട്ട് എത്ര വലുതാണെന്നും. ഇപ്പം എൻ്റെ ലൈവ് വീഡിയോസ് നിങ്ങൾ പലരും കാണുന്നുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ കോച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞതൊന്ന് ചെയ്തു നോക്കുമെന്ന്. ആ വിശ്വാസത്തിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ ഇതൊരു ഒരു പ്രൊഫഷൻ മാത്രമല്ല, ഒരു പ്രൊഫഷണലി നമുക്ക് നേട്ടങ്ങൾ മാത്രമല്ല ഇതുകൊണ്ട് ഉണ്ടാവുന്നത്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും വളരെ വലുതാണ്. അപ്പം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തന്നെ അതിന് സ്റ്റെപ്പ് എടുക്കണം. ഞങ്ങൾക്ക് ഇതിനുള്ള ബെനിഫിറ്റ്സ് എല്ലാം ഷെയർ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവരുടെ സംസാരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ ഇത്രയും ഞങ്ങളുടെ ഫേസും കാണിച്ച് ഞങ്ങൾ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടും ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ടുമാണ് ഞങ്ങൾ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യുന്നത്. അപ്പം താല്പര്യമുള്ളവർ ഞങ്ങളെ ആരെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. ഞങ്ങൾ അതിന്റെ സ്റ്റെപ്സ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു. ബൈ. ബൈ. Bye everyone. Bye.